ഹലോ ഗോയ്സ്, ചെറിയൊരു വെക്കേഷൻ. നമ്മളിന്ന് നാട്ടിൽ പോവാണ്. അതിന് എയർപോർട്ടിൽ പോകാൻ ടാക്സി വിളിക്കണോ വേണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ സ്റ്റാഫിനെ കൊണ്ടുപോകുന്ന ബസ് മറുത്തിക്കണം കണ്ടത്. അപ്പോൾ നൈസായിട്ട് അതിലങ്ങോട്ട് വലിഞ്ഞു കയറി. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞ് എന്തിനാണ്? ആ ബസ് ECC വരെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഇവിടുന്ന് ടെർമിനലിലേക്ക് പോകണം ഫ്ലൈറ്റ് കയറണമെങ്കിൽ. അപ്പോൾ അവിടേക്ക് പോകാൻ 5 മിനിറ്റ് കൂടുമ്പോൾ ഇവിടുന്ന് സ്റ്റാഫ് ബസ് ഉണ്ട് ടെർമിനലിലേക്ക്. അപ്പോൾ ഒന്നും നോക്കിയില്ല, അതിലും നൈസായിട്ട് അങ്ങോട്ട് കുമ്മനടിച്ച് കയറി. ഇവിടുന്ന് നമുക്ക് 4-5 മിനിറ്റിൻ്റെ യാത്രയേ ഉള്ളൂ. ഇത് നേരെ അറൈവല്ലിക്കാണ് പോവുക. അവിടെ നിന്ന് നമുക്ക് ഡിപ്പാച്ചറിൽ പോയാൽ നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടുള്ളൂ. ഇത് അറൈവല്ലിൽ പോയി അവിടെ നിന്ന് ട്രോളി എടുത്ത് ബാഗ് കയ്യിൽ വെച്ച് മെല്ലെ ഉള്ളിൽ കയറി പോകുമ്പോഴാണ് അവിടെ ബിഗ് ടിക്കറ്റിൽ ഭയങ്കര തിരക്കുണ്ടത്. അപ്പോൾ ഭാഗ്യം നമ്മളും പരീക്ഷിക്കാമെന്ന് പറഞ്ഞ് നമ്മളും എടുത്തു കുറച്ച് ടിക്കറ്റ്. നോക്കാം കിട്ടുമോ കിട്ടില്ലെന്ന്. അത് കഴിഞ്ഞ് ലിഫ്റ്റ് കയറി മെല്ലെ ഡിപ്പാച്ചറിലെത്തി. ഡിപ്പാച്ചറിൽ ഇവിടെ വെറുതെ ക്യൂ നിന്ന് നമ്മൾ കൗണ്ടർ പോകേണ്ട ആവശ്യമില്ല, നമുക്ക് സെൽഫ് ചെക്കിൻ ചെയ്യാൻ പറ്റും. ഞാനതാണ് ചെയ്തത്. അങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടി. നേരെ പോയപ്പോൾ നമ്മുടെ ലുലു ഒക്കെ കണ്ട്. ലുലുവിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നല്ല വില കുറവായതുകൊണ്ട് നമ്മൾ മേടിച്ചില്ല. പിന്നെ നമ്മുടെ ഫ്ലൈറ്റിന് ഇനിയും 3 മണിക്കൂറോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പിയർ ലോഞ്ച് കയറി. മാസ്റ്റർ കാർഡ് ട്രാവൽ പാസ് ആക്ടിവേറ്റ് ചെയ്തിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും. വർഷത്തിലൊരു പ്രാവശ്യമാണ്. അതിൻ്റെ പുറമെ നമ്മൾ എന്തെങ്കിലും ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ആ കാർഡ് വഴി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടുന്ന് ഫുഡ് കഴിക്കാം. ഞാനിപ്പോൾ ഈ വർഷം 3ാമത്തെ പ്രാവശ്യമാണ് പിയർ ലോഞ്ച്. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് കിട്ടിയത് നാട്ടിലെ സിമ്മ് ഇവിടുത്തെ കാർഡ് വെച്ചിട്ട് റീചാർജ് ചെയ്തു ആമസോൺ വഴി. അപ്പോഴാണ് എനിക്ക് ഇതിലേക്ക് വീണ്ടും ആക്സസ് കിട്ടിയത്. അത് നല്ലൊരു ഇതാണ്, കാരണം ഇവിടെ ഫുഡിനൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാവരും അത് ചെയ്തിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാം. വയറുവശത്തിട്ട് എല്ലാവരും വരുന്നുണ്ടാവുക. ഞാൻ അധികം എടുത്തില്ല, ഞാൻ ലേറ്റായിട്ട് കഴിച്ചുള്ളൂ. കാരണം ഇത്തിഹാസത്തിൻ്റെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാവും. അപ്പോൾ ഇനി 1 മണിക്കൂർ ഫ്ലൈറ്റിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാട്ടിൽ കാണാം.